എനിക്ക് കല്യാണം ഉണ്ടല്ലോ. ഇത് പോണ്ടോ? എന്താട്ടാ പറ്റി? ഒരു വേദന എവിടെ? ഒരു വേദന വല്ലാത്ത അതാ വണ്ടി സൈഡാക്കി. എന്താട്ടാ വെള്ളം എന്തേലും വേണോ? നമുക്ക് വെള്ളം എന്തേലും വേണോ? ഇതൊക്കെ ഞാനൊരു വെള്ളം എന്താ പറ്റി? എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താ വേണേ? ഹരിശാസെ ഒന്നവിടെ ഒന്ന് വിടുവാ. എന്താ പറ്റി? അത്രയും കൊണ്ടുപോകണം. ഒന്ന് വിടുവാ. നേരെ പിടിച്ചോ. അവിടെ കടത്തി. വെള്ളം കൊടുക്കല്ലേ മാറിക്ക്. വെള്ളം കൊടുക്കല്ലേ. ചേട്ടാ എന്ത് പറ്റി? മാറി നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. CPR കൊടുക്കണം. നിങ്ങൾ ബേജാറാ. നിങ്ങളൊരു വണ്ടി വിളിക്കാൻ നോക്കി. ഞാൻ അപ്പൊ CPR കൊടുക്കട്ടെ. കണ്ണൂർക്കണ്ടല്ലോ ചേട്ടാ. ഹോസ്പിറ്റലിൽ പോകട്ടെ നമുക്ക് കേട്ടോ. ഒന്നുമില്ല നിങ്ങൾക്കൊന്നും പറ്റിയില്ല കേട്ടോ. കണ്ണൂർന്ന് വണ്ടി ചേട്ടാ. വിട്ടോ വണ്ടി വിടി. അപ്പൊ നമ്മള് CPRന്റെ പൂർണ്ണ രൂപം എന്താന്ന് വെച്ചാല് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒരാളിങ്ങനെ പെട്ടെന്ന് ഇതായി കടന്നു കഴിഞ്ഞാല് നമ്മളൊരു ഹാർഡായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കടത്തണം. ഈ ബെഡ് പോലത്തെ പിന്നെ സ്പോഞ്ചുള്ള സ്ഥലത്ത് നമ്മൾ കടത്തരുത്. എന്നിട്ട് നമ്മൾ കൈയും കാലൊക്കെ ഇങ്ങനെ നിർത്തി വെക്കുക, തല ഇങ്ങനെ റെഡിയാക്കി വെക്കുക. നമ്മൾ ആദ്യം മൂപ്പർക്ക് ബോധം ഉണ്ടോ നോക്കുക. അതായത് ഇങ്ങനെ ശക്തമായിട്ട് 3-4 വട്ടം ഇങ്ങനെ അടിച്ചു നോക്കുക. ചേട്ടാ ഇങ്ങനെ വിളിച്ചിട്ട്. അപ്പോൾ ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കുക, പിന്നെ ആദ്യം പൾസ് ഉണ്ടോ നോക്കുക. പൾസ് ഹൃദയം തൽക്കാലത്തിനായിട്ട് സ്തംഭിക്കുമ്പോഴാണ് ഇങ്ങനെ വീണു പോണേ. അപ്പോൾ പൾസ് ഉണ്ടാവില്ല. കയ്യുമ്പോൾ പൾസ് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ വലത്തെ സൈഡിൽ നമ്മളിങ്ങനെ 3 വിരൽ വെച്ചിട്ട് നോക്കുമ്പോൾ പൾസ് ഉണ്ടാവും. അതായത് തലച്ചോറിലുള്ള ബോധം നഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്താക്കണം, പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബട്ടൺസ് ഒന്നും അയക്കാൻ നിൽക്കരുത്. അതൊക്കെ വലിച്ചു കീറിയതിന് ശേഷം നമ്മളെ ഉപയോഗിക്കുന്ന കൈ, അതായത് നമ്മള് പിന്നെ എയിമുള്ളൊരു കൈ ഉണ്ടാവില്ല. ചില ആൾക്കാർ ഇടമ കൈ ഉണ്ടാവും, ചില ആൾക്കാർ വലത്തെ കൈ ആയിരിക്കും എയിം. ആ വലത്തെ കൈ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് മുട്ടും കൈ നീർത്തി വെച്ചിട്ട് ഇങ്ങനെ ശക്തമായിട്ട് നമ്മളെല്ലാ വെയിറ്റും ഉപയോഗിച്ച് 5-6 സെന്റിമീറ്റർ താഴ്ന്ന രീതിയിൽ നമ്മൾ ഈ നെഞ്ചിന്റെ സെന്റർ ഭാഗത്ത് ഇതാ ഈ സെന്റർ കറക്റ്റ് നോക്കിയതിന് ശേഷം 5-6 സെന്റിമീറ്റർ താഴ്ന്ന രീതിയിൽ നമ്മളെ ഫുള്ള് ഈ കൈ വളയാതെ ഇതിപ്പോ ബെഞ്ചിമലായതുകൊണ്ടാണ് നമ്മൾ നിലത്താണ് കടത്തേണ്ടത്. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒരു മിനിറ്റിൽ 120 എണ്ണം വരുന്ന രീതിയിൽ 30 എണ്ണം ആകുമ്പോൾ 30 CPR നമ്മളിങ്ങനെ നല്ല ശക്തമായി കൊടുത്തതിന് ശേഷം തല ഇങ്ങനെ നീർത്തി വെച്ചതിന് ശേഷം നമ്മൾ മൂക്ക് അടച്ചതിന് ശേഷം വായിലൂടെ ശക്തമായി 2 ഊത്തുക. അതായത് വായിൽ നാക്ക് പിന്നെ ലെവലല്ലേ, നാക്ക് ഇറങ്ങിയിട്ടുണ്ടോ, അതേമാതിരി അങ്ങനെയൊക്കെ നോക്കണം. പിന്നെ പല രോഗികളുണ്ടാവും. അപ്പം നമ്മൾ ഓരോ കർച്ചീഫ് എന്തെങ്കിലും വെച്ചിട്ട് വേണം ഊതാൻ. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ 30 എണ്ണം കഴിഞ്ഞിട്ട് ഇത് ചെയ്യുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒപ്പമുള്ള ആൾക്കാർ വണ്ടി വിളിക്കാനും പിന്നെ വണ്ടി അറേഞ്ച് ചെയ്യാനും, അല്ലെങ്കിൽ ആംബുലൻസ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ രോഗിനെ വളക്കാനും മുറിക്കാനൊന്നും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പോക്കിലൊക്കെ വണ്ടിയിൽ നിന്ന് പരമാവധി CPR നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. രോഗി പിന്നെ രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ പൂർണ്ണമായി നമുക്ക് ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ വരെ നമ്മൾ പരമാവധി CPR നൽകണം. പെട്ടെന്ന് നമ്മൾ തലറിഞ്ഞ് വീണ ഒരാൾ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ മടിയാണ് എന്ന് വിചാരിച്ചാൽ ആരും മടിച്ചു നിൽക്കരുത്. ഇനി ഒരു പെണ്ണാണ് വീകണമെങ്കിലും ആ ഒരു പെണ്ണല്ലേ എന്നുള്ള മടി വേണ്ട. കാരണം ഒരു ജീവനെ നമ്മൾ വില കൽപ്പിക്കണം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പോൾ പല അറ്റാക്ക് മരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭയിൽ കൂടി നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിനൊരു പരിഹാരം ഒന്നും അറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ആ വളച്ച് മൂപ്പര് ഈ രോഗിനെ ഈ വളച്ചെടുത്തതും വെള്ളം കൊടുത്തതൊക്കെ അതിന് കാണിച്ചാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു പൊതുവായിട്ടുള്ള സ്ഥലമാണെങ്കിലും എവിടെയാണെങ്കിലും ഒരാൾക്ക് അസ്വാഭാവികമായിട്ട് ഒരാൾ വീഴുക അല്ലെങ്കിൽ കുഴഞ്ഞ്
കിടക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടാൽ ഉടനെ നമ്മൾ ഈ CPR കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചിട്ട് യൂട്യൂബിലൊക്കെ അറിയാമല്ലോ, എല്ലാം യൂട്യൂബിലും കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് ചെയ്ത് എല്ലാവരും ഒന്ന് അതിനെ പറ്റിയൊരു ബോധവൽക്കരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതിന് കൂടുതൽ വിവരങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ പത്രത്തിലും യൂട്യൂബിലൊക്കെ. അപ്പം ഇനി അതിന് കൂടുതൽ വിവരങ്ങൾ അകേഷ് നമുക്ക് പറഞ്ഞുതരും. 8 വയസ്സ് മുതൽ 40-45 വയസ്സ് വരെയുള്ള ആളുകളൊക്കെ വീഴാണ്, കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഒന്നിലേക്ക് ഒരു ഫുട്ബോൾ കളിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നു. 8 വയസ്സ് നമ്മൾ 40 വയസ്സ് വരെയുള്ള കാലം നമ്മളൊക്കെ യുവത്വം ഭയങ്കര ചോരത്തിളപ്പുള്ള പ്രായമാണ്. ഇവിടെ വീഴുമെന്ന് നമ്മൾ മരിക്കുന്നത് നമുക്കൊന്നും പ്രതീക്ഷയില്ലാത്ത സമയമാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കൊറോണ വാക്സിൻ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ കൂടുതൽ അറ്റാക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല, അതിനൊക്കെ അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പരമാവധി എല്ലാ മേഖലകളിലും എനിക്ക് പറയുന്നത് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എല്ലാ തൊഴിൽ മേഖലയിലും ഉള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്, അല്ലേ? എല്ലാവർക്കും ട്രെയിനിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ പകച്ചു നിൽക്കില്ല. ചിലപ്പോൾ ബോധം കെട്ട് വീഴുന്നവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അറ്റാക്ക് ആണെങ്കിൽ അത് വെള്ളം കൊടുക്കാൻ പാടില്ല. അതൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ബേസിക്കലായിട്ടൊന്നും തന്നെ അറിയില്ല. അതൊക്കെ തന്നെ എല്ലാ ആരോഗ്യ മേഖലയിലും ഏത് മേഖലയിലും അവരും എല്ലാ മേഖലയിലും ആൾക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ വ്യക്തമായി പറയാനുള്ളത്. ഇത് എല്ലാവർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചില ആളുകൾക്ക് അറിയില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ഇടപെട്ടാൽ വേറെ എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ളത്. ഇപ്പൊ ലേഡീസ് ആണ് നമ്മൾക്ക് എങ്ങനെ തൊടാൻ പറ്റും? അതന്നെ അകേഷ് പറഞ്ഞൊരു പോയിന്റാണ്. നമ്മൾ ഹോസ്പിറ്റലിലും മറ്റൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കുടിക്കുക, രാവിലെ ഒന്നും കഴിക്കാതൊക്കെ വെറും വയറ്റിലൊക്കെ വരാൻ പറഞ്ഞ രോഗികളുണ്ടാവും ഈ സ്കാനിങ്ങിനും മറ്റൊക്കെ. അങ്ങനത്തെ രോഗികൾ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതേമാതിരി അറ്റാക്കൊക്കെ ആയി വീണ് കിടക്കുമ്പോൾ നമ്മളതൊരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളാണ് എങ്കിൽ നമുക്ക് ഈ കൂടി നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ എടുത്ത് കുഴക്കും, ഇങ്ങനെ മറിക്കും, വളക്കും, വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ മരണകാരണം ഒക്കെ വരും. അപ്പൊ നമ്മളിത് പെണ്ണാണെന്നൊന്നും വിചാരിച്ചാൽ ആരും മടിച്ചു നിൽക്കണ്ട. അവളെ ജീവൻ രക്ഷിക്കുക എന്നുള്ള നല്ല ഉദ്ദേശത്തിൽ നമ്മളിത് ചെയ്യുക. അതിന്റെ ശേഷം കേസുകൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ കേസുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാം, നമ്മൾ നല്ല ഉദ്ദേശിച്ചിട്ട് ജീവൻ രക്ഷിക്കുക. സൈലന്റ് അറ്റാക്ക് ഇതൊക്കെ കൂടി വരികയാണ്. അപ്പൊ ഈ പല ആളുകൾക്കും ഈ CPR ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് എല്ലാവരും പഠിച്ചു വെക്കുക. ഇതിനെക്കുറിച്ച് നമ്മളൊരു അറിഞ്ഞിരിക്കുക. എന്നിട്ട് അത്യാവശ്യം വേണ്ട ഇതേപോലുള്ള കേസിനാണ് നമ്മൾ ഇടപെട്ടിട്ട് ആ രോഗിനെ മാക്സിമം രക്ഷിക്കാനുള്ള ഒരു പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ ബോധവൽക്കരണം നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഏതായാലും എല്ലാവരും അത് ശ്രമിക്കാൻ രോഗിനെ രക്ഷപ്പെടുത്തുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ പാനൂരിൽ നമ്മളൊരു സഹോദരി 19 വയസ്സൊരു സഹോദരിയാണ് അക്ഷയ ക്യാൻസർ സെന്ററിൽ പോയി അവർക്ക് ആവശ്യത്തിന് പോയിട്ട് അവിടെ നിന്ന് കുഴഞ്ഞു വീഴുന്നൊരവസ്ഥ. 2 സഹോദരിമാരും വേറെ 2 പേരും പ്രായമുള്ള ഉമ്മാനും സ്ഥാനമുള്ള ഒരാളുണ്ട്. അക്ഷയയിലെ ജീവനക്കാരിയായ സഹോദരിയുണ്ട്. അക്ഷയയിലെ സഹോദരിയെ കുറ്റം പറയല്ല, പിന്നെയും ആ സഹോദരി അദ്ദേഹത്തിന്റെ അവരെ സീറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അറിയാത്തതുകൊണ്ടാണ് ഇമീഡിയറ്റ്ലി വേഗം അവരുടെ അടുത്ത കാരണം എന്താ അറിയോ, ഇങ്ങനെ ഒരു ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെ കുഴഞ്ഞു അറ്റാക്കാണെന്നൊരു പ്രതീക്ഷയില്ല. നമുക്ക് എന്താ പറയുക, ഇതിന് പ്രത്യേകിച്ച് വേണ്ട എന്താ അറിയോ, നമ്മള് ഒരു പൊതുവായിട്ട് സ്ഥലത്ത് ഇരിക്കുമ്പോ നമ്മൾ ഇതിനെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും ധാരണ വേണം. എല്ലാവരും ഇത് യൂട്യൂബിൽ മറ്റും നോക്കി ചെയ്തും ഡെമ്മിയൊക്കെ വെച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം ഒരു ധാരണ വേണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വീക്ഷിക്കണം. ഈ ഒരു ഫ്ലവർ ഷോക്ക് പോയാലും ഒരു സിനിമക്ക് പോയാലും ഒരു പള്ളിയിലായാലും ഒരു നേർച്ചക്കായാലും എന്തായാലും നമ്മളിത് ആരെങ്കിലും അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അറ്റാക്ക് ചെയ്യും, ഞാൻ ഓടിച്ചെന്നാണ്ട് ഇത് CPR കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ അതിൽ ധൈര്യവാനാണ് എന്നുള്ള ഒരു ബോധം കൂടി വേണം. അതാണ് ഈ പറഞ്ഞ പാനൂരത്തെ. പിന്നെയും പോയിട്ട് അവരെ സീറ്റിലേക്കാണ് പോയി നിൽക്കുന്നത്. അതെന്തൊരു വിഷമാവുക, കാരണം അവിടെ ഒരാള് ജീവൻ പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെയും പോണ ആൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ പ്രായമില്ല, 2000 കാലഘട്ടത്തിലൊക്കെ പിന്നെ പ്രായമുള്ള ആളുകൾ മാത്രമേ അറ്റാക്കായി ഞാൻ കാണലുള്ളൂ. ഇപ്പൊ ചെറിയ കുട്ടികളാണ്. 8 വയസ്സ് മുതൽ 3 മാസം മുതൽ 8 വയസ്സുള്ള കുട്ടികൾ. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇത് ലൈക്കും കമന്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയില്ല, അങ്ങനെ ആളാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു മരണമെങ്കിലും നമ്മളെ കൊണ്ട് പിന്നെ ഇല്ലാതാക്കി അവനെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയാലും കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ കാണാനായിട്ട് ഞങ്ങളെ വീഡിയോ എല്ലാം ഒന്ന് മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.